ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാന്ത്രിക ദണ്ഡ് പോലെയാണ് ഉപബോധ മനസ്സ്. സബ് കോൺഷ്യസ് മൈൻഡിനെ മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾക്ക് ഈ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് നിങ്ങളെ ഒരു രാജാവോ രാജകുമാരിയോ ആക്കി മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് നിങ്ങളെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാക്കി മാറ്റാം. ബ്രേക്കിങ്ങും മേക്കിങ്ങും ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവം പറയുന്നു, മരണവും ജീവനും നിന്റെ മുന്നിൽ ഞാൻ വച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. സോളമൻ രാജാവ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവം പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. സോളമൻ അതിബുദ്ധിയോടുകൂടി വിവേകത്തോടുകൂടി ചോദിക്കുന്ന കാര്യം, ദൈവമേ, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ജ്ഞാനം അത് മാത്രം മതി. പൊന്നും വേണ്ട, പണവും വേണ്ട, കൊട്ടാരങ്ങളും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പൊന്നും പണവും കൊട്ടാരങ്ങളും സമൃദ്ധിയും എല്ലാം ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് കൃത്യമായി തരാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കുമെന്ന അറിവ് ആദ്യം ഉണ്ടാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് ഒരു ഒന്നൊന്നര ടെററിസ്റ്റ് പോലെയാണ്. നിങ്ങളെ വല്ലാതെ നശിപ്പിച്ചു കളയും. അല്ലെങ്കിൽ നിങ്ങളെ അടക്കി ഭരിച്ച് നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഏകാധിപതിയെ പോലെയാണ്. അതല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ അങ്ങേറ്റ സ്നേഹത്തോടെ വിശ്വസ്തയോടുകൂടി സേവിക്കുന്ന ഒരു സേവകനാണ്. സോ മാസ്റ്ററാക്കി മാറ്റരുത്, ഇതിനെ സെർവൻ്റാക്കി മാറ്റണം. അതാണ് നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ കേട്ടിരിക്കണം, കേട്ട് മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായി മാറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്നേഹത്തോടെ ആദരവോടുകൂടി കൈകൂപ്പിയാണ് ഞാൻ പറയുക. ഒന്ന്, എപ്പോഴും ഡെയിലി വിഷ്വലൈസേഷൻ നടത്തുക. ഈ ഡെയിലി വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ ഭാവാത്മകമായ പോസിറ്റീവായ വളർച്ചയും ഉയർച്ചയും ഒരു സിനിമ കൊട്ടകയിലെ തിരശീലയിൽ തെളിഞ്ഞു കാണുന്ന പോലെ നിങ്ങൾ കാണണം. അത് ഒരു യാഥാർത്ഥ്യമായി മാറും. ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച, വളർച്ച, നിങ്ങളുടെ സന്തോഷം, വളരെ സുഖകരമായ നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ജീവിതചര്യകൾ, ഇതൊക്കെ നിങ്ങളൊരു ചിത്രം പോലെ കാണുക. അങ്ങനെ കാണുന്നൊരു ശീലമാക്കി മാറ്റുക. പ്ലസേബോ ഇഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണത്? നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിൽ അതിദൃഢമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അതനുസരിച്ച് പ്രതികരിക്കും. ഞാൻ ഉദാഹരണം പറയാം, കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ നിങ്ങൾക്ക് വളരെ സാരമായിട്ടുള്ള നല്ല അസുഖമുണ്ട്. ഡോക്ടർ നിങ്ങൾക്ക് വെറുതെ പഞ്ചാര ഗുളിക തന്നിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അത് ഏറ്റവും ശക്തമായ മരുന്നാണ്. അത് നിങ്ങളെ മാറ്റും. നിങ്ങളുടെ മൈൻഡ് ആ ട്രാപ്പിൽ വീഴും. ആ മൈൻഡ് അത് വിശ്വസിക്കും. വിശ്വസിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഫിസിയോളജിക്കൽ ചേഞ്ച് വരും. ഡോപ്പാമിനും എൻഡോർഫിനും പോലുള്ള ഹോർമോണുകൾ ഉണ്ടാവും. ആ ഹോർമോണുകൾ ഒരു മഴപ്പെയ്ത്ത് അനുഭവം തന്ന് ശരീരത്തിൻ്റെ മരുഭൂമികളിൽ പെട്ടെന്ന് തളിരിലകൾ ഉണ്ടാകുന്നു. പിന്നെ കനികളായി, പൂക്കളായി, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. ഇതിനാണ് പ്ലസേബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബോധ്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ വളർത്താൻ സാധിക്കും, അല്ലെങ്കിൽ തളർത്താനും സാധിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ ഒരു സാധനമുണ്ട്. പ്ലസേബോ ഇഫക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നൊസേബോ ഇഫക്റ്റ് എന്ന പേരിൽ ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. എന്താണ് ഈ നൊസേബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു നെഗറ്റീവ് യാഥാർത്ഥ്യത്തെ അങ്ങേയറ്റം വിശ്വസിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. പലരും പാമ്പ് കടിയേറ്റ് മരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ പഠനങ്ങൾ പറയുന്നത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗം പേര് മരിക്കുന്നത് എൻസൈറ്റി,
അറ്റാക്ക് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ പാമ്പ് കടിക്ക് സംഭവിക്കുന്നത്? പാമ്പ് കടി മിക്കവാറും ഡ്രൈ ബൈറ്റ് ആണ്. ഒരു 50 മുതൽ 70% വരെ ഡ്രൈ ബൈറ്റ് ആണ്. അതായത് വെനമസ് ബൈറ്റ് അല്ല. വിഷം നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ പാമ്പ് കടിച്ചതോടുകൂടി നിങ്ങളുടെ മൈൻഡ് ഒരു വിഷകാരി നിങ്ങളിലേക്ക് വന്നു എന്നുള്ള ചിന്ത കൊണ്ട് വല്ലാതെ പാനിക്കാവുന്നു. അങ്ങനെ പാനിക്കാക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ആ പാനിക് അറ്റാക്കിൽ മരിച്ചു പോയാണ്, വിഷം കൊണ്ടിട്ടില്ല. ഡോക്ടർമാർ ഈ പാനിക് അറ്റാക്കിനെ വസോവേഗൽ അറ്റാക്ക് എന്ന് പറയുന്നു. അതായത് വല്ലാതെ പാനിക്കായി നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് നിങ്ങളുടെ BP കൂടി, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മൊത്തത്തിൽ താളം തെറ്റി നിങ്ങൾ മരിച്ചു പോവുകയാണ്. അതല്ല എങ്കിൽ വിഷം ഉള്ളിലേക്ക് ചെന്ന് മരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ന്യൂറോടോക്സിസിറ്റി അല്ലെങ്കിൽ ഹെമോടോക്സിസിറ്റി ഇതാണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയും. അതല്ലാതെ പാനിക് അറ്റാക്ക് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും മരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇവിടെ നൊസേബോ ഇഫക്റ്റ് എന്ന സംഗതിയാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി എന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നെഗറ്റീവ് എപ്പോഴും മുന്നിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ നെഗറ്റീവ് മൊത്തത്തിൽ ഒരു മെമ്മറിയാക്കി മാറ്റുകയാണ്. അത് റിപ്പീറ്റഡ് ആക്കപ്പെടുമ്പോൾ ഈ നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ വലിച്ചെടുപ്പിക്കുന്ന എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അതിന് നിങ്ങൾ ഇടപെടണം. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം മോശമായിരിക്കും, ഇന്ന് മൊത്തം പ്രശ്നമായിരിക്കും, ഇന്ന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളായിരിക്കും എന്നൊന്നും പറഞ്ഞേക്കരുത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുവാനായിട്ട് പഠിക്കാം. രണ്ടാമതായിട്ട് ഇഡിയോ മോട്ടോർ ആക്ടിവിറ്റി എന്നൊരു സംഗതിയുണ്ട്. അതെന്താണെന്ന് മനസ്സിലേക്ക് എടുക്കുക. അതായത് ചില സജഷൻസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നർത്ഥം. ഇനി എന്താണ് ഇഡിയോ മോട്ടോർ ആക്ടിവിറ്റി? നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ സർവ്വശ്രദ്ധയും കൊടുത്ത് അങ്ങനെ ചെയ്യുവാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആ ആക്ടിവിറ്റി സംഭവിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഓജോ ബോർഡ് കളിക്കുന്ന ആളുകൾ, അവര് ഇങ്ങനെ കോയിൻമേൽ ഇങ്ങനെ വിരൽ വെച്ചിരിക്കുകയാണല്ലോ. അവർ വിശ്വസിക്കുന്നത് ഏതോ ഒരു അതീന്ദ്രിയ ശക്തി വന്ന് ഇപ്പോൾ കോയിൻ മൂവ് ചെയ്യിക്കും. പക്ഷേ ഈ ദൃഢമായിട്ടുള്ള വിശ്വാസം നിമിത്തം അവർ സ്വയം അവരുടെ ഉപബോധ മനസ്സിന്റെ പ്രേരണയാൽ അവരുടെ കൈകൾ ചലിപ്പിക്കുന്നുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഈ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് വീണ ഒരാളെ ഹിപ്നോസിസ് നടത്തുന്ന ആൾ എങ്ങനെയാണ് നയിക്കുന്നത്? ഇതേ സംഗതിയാണ്. ഈ ഡിയോമീറ്റർ ആക്ടിവിറ്റിയാണ് അവിടെ സംഭവിക്കുക. അയാളുടെ ആ സംസാരത്തിന്റെ ടോൺ കൊണ്ടും മാസ്മരികമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടും നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൈ ഉയർത്തുന്നു, അല്ലെങ്കിൽ കാലുയർത്തുന്നു, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ഉപബോധ മനസ്സിനെ മറ്റൊരാൾ നിയന്ത്രിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ജോയി അണിയിച്ചൊരുക്കിയ ആദിയുടെ ഇൻസോംനിയ എന്ന് പറയുന്ന മെന്റലിസം പരിപാടി കാണുവാൻ പോയി. വളരെ സുന്ദരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ സുന്ദരം. ഇദ്ദേഹം ഏതൊരു മാസ്മരിക ലോകത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയ് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിന് വളരെ ഒരു സൗന്ദര്യമുണ്ട്. അടക്കും ചിട്ടയും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വേദിയിൽ ആദ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം മെന്റൽ ട്രാക്കിംഗ് ആണോ, അല്ലെങ്കിൽ ട്രിക്കിംഗ് ആണോ, അതല്ലെങ്കിൽ കോൾ റീഡിംഗ് ആണോ, എന്താണ് അവിടെ സംഭവിപ്പിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം മനസ്സിലായിരുന്നു. അതിദ്രുത ചലനങ്ങളിലൂടെ, അതിദ്രുതമായിട്ടുള്ള മൈൻഡ് റീഡിങ്ങിലൂടെ അദ്ദേഹം എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് നിങ്ങൾ മറ്റൊരാളുടെ മനസ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അതിന് സാധിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക്, ബുദ്ധിയും ബോധമുള്ള ഒരാൾക്ക് മറ്റൊരാളുടെ മൈൻഡിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കും. ഈ കോമൺ സെൻസ് അത്ര കോമൺ അല്ലാത്ത ഈ കാലഘട്ടത്തിൽ
കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിന്റെ ദിശയെ മനസ്സിലാക്കാൻ പറ്റും, വഴി തെളിയിക്കാൻ പറ്റും, വഴിതിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പോസിറ്റീവ് സജഷൻസ് കൊണ്ട് ദിനങ്ങളെ നിറയ്ക്കുക. നെഗറ്റീവ് സജഷൻസ് നടത്തരുത്. ഇപ്പൊ ബൈബിളിൽ തന്നെ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹു സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നവരുടെ എനിക്കെല്ലാം സാധിക്കും. ഇത് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള വാക്കുകളാണ്. അത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം സാധ്യമാവും, എനിക്കിത് സാധ്യമാവും. ഐ ക്യാൻ ഈസ് മച്ച് സ്ട്രോങ്ങർ ദാൻ IQ. ഐ ക്യാൻ എന്ന ആറ്റിറ്റ്യൂഡ് അത് IQ-നേക്കാൾ സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനൽ വേർഡ്സ് അത് നിങ്ങളത് കടമെടുക്കുന്നത് വളരെ നന്നായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ചുള്ള വിഷമതകളിൽ നിന്നും ഉള്ളതിനെക്കുറിച്ചുള്ള നന്ദിയിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. സ്കേഴ്സിറ്റിയിൽ നിന്നും അവൈലബിലിറ്റിയിലേക്ക്, അബൻഡൻസിലേക്ക് ഒരു യാത്ര നടത്തുക. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് അധികം പരാതി പറയുക. നിങ്ങളൊരു പരാതിപ്പെട്ടി പോലെ ഇരിക്കേണ്ട ആളല്ല. എപ്പോഴും പരിഭവങ്ങളും പരാതികളും പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഏതോ ഒരു കോട്ടയ്ക്കുള്ളിൽ അടച്ചിടുകയാണ്. അവിടെ കൃത്യമായിട്ട് ജീവശ്വാസം പോലും കിട്ടുന്നില്ല, സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇങ്ങനെ ഇരുട്ടുമുറിയിൽ കുത്തിയിരുന്ന് എരിച്ചു തീർക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. അങ്ങനെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ജീവിതമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. ഈ കാനായിലെ കല്യാണ വിരുന്ന് അതൊരു പ്രതീകം പോലെ എടുക്കുക. അമ്മ അവിടുത്തെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ല. അവര് പ്രോ ആക്റ്റീവാണ്, റിയാക്റ്റീവ് അല്ല. റിയാക്റ്റീവായിട്ട് പ്രശ്നത്തെ ഇങ്ങനെ പെരുപ്പിച്ച് കാട്ടി മറ്റൊരു പ്രശ്നമായി തീരുന്നില്ല മാതാവ്, മറിച്ച് പ്രോ ആക്റ്റീവ് വ്യക്തിത്വമാണ്. അവിടെ മകനോട് പറയുന്നത് അവർക്കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുക. അവിടെ കുറവുണ്ട്, കുറവ് മാറ്റി നിറവ് കൊണ്ടുവരിക. നിറവ് വന്നു, കുറവില്ലാതായി. ഇങ്ങനെയല്ലേ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ഈ കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കരുത്. കുറവുകളെ പഠിക്കണം, ബോധം വേണം, ബുദ്ധി വേണം. നിങ്ങളുടെ കുറവെന്തെന്ന് തിരിച്ചറിയണം, നിങ്ങളുടെ ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങളുടെ ലയബിലിറ്റിയെ പോലും അസറ്റാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കണം. അതാണ് ബോധം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ആത്മീയത എന്നുള്ളത്. അത് തന്നെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും. അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ഒരു യാത്ര നടത്തുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി അതിവിശാലമായിട്ടുള്ള പദ്ധതികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ പഴയതൊന്നും ഓർക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി പുതിയ പദ്ധതി ഒരുക്കാം. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഞാനൊരു നീരുറവയും വിജനതയിൽ ഒരു പാതയും ഒരുക്കിയിട്ടുണ്ട്. ഇത് ദൈവം പറയുന്ന വലിയ ഒരു വാഗ്ദാനമാണ്. അത് സ്വീകരിച്ചുകൂടെ? മാർക്ക് 11 പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നല്ലത് ചോദിക്കുക ദൈവത്തോട്. എല്ലാ ദിവസവും നല്ലത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചോദിക്കുന്നൊരു ശീലം വളർത്തിയെടുക്കുക. യഹൂദ പഴമൊഴിയിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. രാവിലെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യമുള്ളൊരു കാര്യം 7 പ്രാവശ്യം അപേക്ഷിക്കുക. ഉച്ചക്കും 7 പ്രാവശ്യം അപേക്ഷിക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് 7 പ്രാവശ്യം അപേക്ഷിക്കുക. അത് ലഭിക്കും. അത് സത്യമാണ്. കാരണം നമ്മുടെ മനസ്സും നമ്മളുടെ ശരീരവും നമ്മളുടെ വൈകാരികതയും ചിന്തകളും എല്ലാം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഫോക്കസ്ഡ് ആകുമ്പോൾ സ്വർഗം തുറക്കപ്പെടും, ദൈവം ഇറങ്ങി വരും. ദൈവം നിങ്ങൾക്ക് അസാധ്യമായി തോന്നിയത് സുസാധ്യമാക്കി മാറ്റും. അങ്ങനെ ട്രൈ ചെയ്തൂടെ? ട്രൈ ചെയ്യുക, വളരെ നല്ലൊരു കാര്യമല്ലേ? അവസാനമായിട്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുക. സത്യത്തിൽ ഒരുക്കിയെടുക്കുക എന്നല്ല പറയേണ്ടത്, മെരുക്കിയെടുക്കുക എന്നാണ് പറയേണ്ടത്. കെയ്സൻ എന്ന ജാപ്പനീസ് രീതി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് പ്രോസസ്സിനെയാണ് കെയ്സൻ എന്നവർ വിളിക്കുക. അത് സ്ഥിരമായിട്ട് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരീരത്തെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യും? കൃത്യമായിട്ട് എക്സർസൈസ് ചെയ്യും. ശരിയല്ലേ? കൃത്യമായി എക്സർസൈസ് ചെയ്യുമ്പോൾ മസിലുകളൊക്കെ നന്നായിട്ട് വളരും, ശക്തിയുള്ളതായി മാറും, നിങ്ങൾ സ്ട്രോങ്ങറായി മാറും, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിക്കും, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മാറും. ഇതിനാണ് മൈൻഡിന് വേണ്ടത്. മൈൻഡിനെ അൺഹെൽത്തി ആക്കുന്ന എല്ലാ ശീലങ്ങളും മാറ്റുക. വിൽ പവർ നിങ്ങൾ വളർത്തിയെടുക്കുക. ഭൗതികമായിട്ടുള്ള എക്സർസൈസുകൾ, നല്ല വായന, റിഫ്ലക്ഷൻ, മെഡിറ്റേഷൻ, പ്രെയർ, എപ്പോഴും ഹാപ്പിയാക്കി മനസ്സിനെ മാറ്റുന്ന വിധത്തിൽ പോസിറ്റീവ് തോട്ട്ഫുൾനെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനി വല്ലാതെ ഈ ചിട്ടയും ക്രമവും ഇല്ലാതെ കിടക്കുന്ന ഒരു ജീവിതത്തിൽ നേരെയാക്കുക.
ഈ നിലവിട്ട കാറ്റ് പോലെയാണ് ജീവിതമെങ്കിൽ ചെറിയൊരു ചരട് കൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് ബന്ധിപ്പിക്കാൻ സാധിക്കും. അതാണ് കെയ്സൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എന്തെന്ത് കപ്പാസിറ്റിയാണ് പുറത്തു വരിക. ജപ്പാൻകാർ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഒരു കുട്ടിയെ ഒരു വന്യമൃഗം ഓടിച്ചിടുന്നു. ഓടിച്ചിട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊച്ചു ഓടി പാഞ്ഞു പോയൊരു മരത്തിൽ കയറി. ആ വന്യജീവി അതിന്റെ പാട്ടിനെ വിട്ടിട്ട് മടങ്ങിപ്പോയി. കുട്ടി അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കുഞ്ഞ് മരം കയറുന്നത്. അവന് മരം കയറാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ട് അവന് സാധിക്കുന്നത്? ഈ മരം കയറുവാനുള്ള അവന്റെ കേപ്പബിലിറ്റി അന്തർലീനമായി അകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സെനാറിയോ വരുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ വല്ലാത്തൊരു കപ്പാസിറ്റി കേപ്പബിലിറ്റിയും പുറത്തെടുക്കും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും ബോധത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ലേ? ടിബറ്റൻ സന്യാസിമാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ ഈ വല്ലാതെ മഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന ഐസ് പാളികൾക്കിടയിൽ പോയി ധ്യാനിച്ച് മഞ്ഞുരുക്കും. കാരണം ശരീരത്തിൽ നിന്ന് ചൂട് വന്ന് ആ മഞ്ഞുരുക്കൽ പ്രക്രിയ സംഭവിക്കുന്നു. ഇത് സാധാരണ ജീവിതത്തിന്റെ കാര്യമാണ്, കഥയൊന്നുമല്ല. സ്വാമി രാമ എന്ന ഇന്ത്യൻ സന്യാസി അദ്ദേഹത്തിന് ബോധത്തിലൂടെ ശരീരത്തിന്റെ ഒരു കൈയിൽ തണുപ്പ് കൊണ്ടുവരാനും മറ്റേ കൈയിൽ അതേസമയം ചൂട് കൊണ്ടുവരാനും സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പറ്റുന്ന വിധത്തിൽ, അദ്ദേഹത്തിന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അത്രയ്ക്ക് ചൂട് കൂട്ടിക്കൊണ്ടുവരാൻ, തണുപ്പ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഒരേ സമയം. മൈൻഡിന്റെ കൺട്രോള് ഒരാൾ കയ്യിലെടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ നയിക്കുകയും നിങ്ങളെ ഇല്ലാതാക്കുകയും നിങ്ങളെ ബ്രേക്ക് ചെയ്യുകയും നിങ്ങളെ മേയ്ക്കുകയും ചെയ്യുന്ന മാന്ത്രിക ദണ്ഡാണത്. ആ ദണ്ഡിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു നോക്കാം. ഇനി നിങ്ങളുടെ ബുദ്ധികൂർമ്മത നിങ്ങൾ ഒട്ടുപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതില്ലാതാവും. ഡിസ്യൂസ് സിൻഡ്രം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എന്താണ് ഡിസ്യൂസ് സിൻഡ്രം? അതായത് നിങ്ങളുടെ എവല്യൂഷനിടയിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ ശരീരഭാഗങ്ങൾ അപ്രത്യക്ഷമായി ഇല്ലാതായി മാറും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല, റിഫ്ലക്ഷൻ നടത്തുന്നില്ല, മെഡിറ്റേഷൻ നടത്തുന്നില്ല, പ്രെയർ നടത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഭൗതികമായ കപ്പാസിറ്റി ഇല്ലാതാവും. നിങ്ങൾ സ്നേഹവികാരങ്ങളില്ല, കാരുണ്യമില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ അപ്രത്യക്ഷമാകും. നിങ്ങൾ വേണ്ട വിധത്തിൽ ശരീരത്തിനും മനസ്സിനും വ്യായാമം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറും. യു ആർ ബിക്കമിങ് ഗുഡ് ഫോർ നത്തിങ്. ആ ഒരവസ്ഥയിലേക്ക് നിങ്ങളതിനെ തള്ളിയിടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇത്രയും കാലം നിങ്ങളിങ്ങനെ ബാക്ക് സീറ്റിൽ ഇരുന്ന് മറ്റാരെ കൊണ്ട് നിങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിനി ഫ്രണ്ട് സീറ്റിലേക്ക് വാ. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കല്ലേ. അത് എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് ഈ പുസ്തകത്തിന്റെ താളുകൾ എടുത്ത് വെച്ചിട്ട് നിങ്ങളോട് പറയുന്നത് റൈറ്റ്, യു ആർ ഗോണ റൈറ്റ്. നിങ്ങൾ എഴുതുക. നിങ്ങളൊരു സീറോ അല്ല, നിങ്ങളൊരു ഹീറോയാണ്. അങ്ങനെ ഹീറോയാണെന്ന് ദൈവം തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരക്കഥ എഴുതി തുടങ്ങുക. മറ്റൊരാൾ എഴുതേണ്ട തിരക്കഥയല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ. മറ്റൊരാൾ ആടിത്തിമർക്കേണ്ട നാടകമല്ല നിങ്ങളുടെ നാടകം. നിങ്ങളുടെ നാടകത്തിൽ നിങ്ങൾ തന്നെയാണ് ആടേണ്ടത്. നിങ്ങൾ തന്നെയാണ് അതിനെ വിജയിപ്പിക്കേണ്ടത്. നല്ല യാത്ര നേരുന്നു.